ദ നൈസ് ഗേ എന്ന് പറഞ്ഞ ഈ ഡ്രാമയിൽ ഒരു ഗ്യാങ്സ്റ്റർ ഫാമിലിയിലെ തേർഡ് ജനറേഷനിൽപ്പെട്ട ആളാണ് നായകൻ. അച്ഛനും ഗ്യാങ്സ്റ്റർ ആയിരുന്നു. താൻ കാരണം തന്റെ മോനും ഗ്യാങ്സ്റ്ററായി പോയല്ലോ എന്നുള്ളൊരു കുറ്റബോധം നായകന്റെ അച്ഛനുണ്ട്. നായകനാണെങ്കിൽ ഇഷ്ടമില്ലാതെ ഗ്യാങ്സ്റ്റർ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള ഗ്യാങ്സ്റ്റേഴ്സിൽ നിന്ന് വ്യത്യസ്തനാണ്. കൈൻഡ് ഹാർട്ടഡ് ആണ്. ആളൊരു റൈറ്റർ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതാണ്. നായിക ഒരു സിംഗർ ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചതാണ്. നായകന്റെ ഫസ്റ്റ് ലവ് ആയിരുന്നു നായിക. വർഷങ്ങൾക്ക് ശേഷം അവരെ കണ്ടുമുട്ടുകയാണ്. ഇവരുടെ സ്റ്റോറിയാണ് ഈ ഡ്രാമ. രാത്രിയിൽ ഒരു മെട്രോയിലേക്ക് എവിടുന്നോ ഓടി വന്നിട്ട് നായകൻ കയറുകയാണ്. നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്, ചോരയൊക്കെ ഒലിക്കുന്നുണ്ട്. നായകന്റെ പേര് സുക്ചൂൾ എന്നാണ്. രണ്ടുപേർക്കുള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് നായികയെ മിയോങ് ഒരു ബസ് സ്റ്റേഷനിൽ നായകനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വേദനയ്ക്കിടയിലും സുക്ചൂൾ വന്നിട്ട് മിയോങ്ങിനെ മീറ്റ് ചെയ്യും. ഇതെന്താ പറ്റിയെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, അപ്പൊ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവളെ ബസ്സിൽ കയറ്റി ഇരുത്തും. എന്നിട്ട് ലഗേജ് വെക്കാനായിട്ട് പോകും. ഇപ്പൊ വരാന്ന് പറഞ്ഞാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ബാഗ് വെച്ചിട്ട് തിരിച്ച് ബസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ആരോ വന്ന് അവനെ സ്റ്റാബ് ചെയ്യും. കുത്തുകൊണ്ട് അവൻ താഴെ വീഴും. അകത്തിരിക്കുന്ന മിയോങ് ഇതൊന്നും അറിയുന്നില്ല. പുറത്ത് ബഹളം കേൾക്കുന്നതന്നെയാണ് അവൾ നോക്കുന്നത്. അന്നേരം ഇവൻ താഴെ കിടക്കുന്നതാണ് കാണുന്നത്. അവള് ഇവനെ വിളിച്ച് കരഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി വരും. ഇവനെ വിളിച്ച് കരയുന്നുണ്ട്. അവൻ വോയിസ് ഓവറിൽ മനസ്സിൽ വിചാരിക്കുന്നത് ഇത് അവസാനം ഇങ്ങനെ വരത്തുള്ളൂ എന്ന് എനിക്ക് അറിയായിരുന്നു. ഞാൻ ഹെസിറ്റേറ്റ് ചെയ്തപ്പോൾ തന്നെ ഇതിന്റെ അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. ഒരു പോയറ്റോ ഒരു നോവലിസ്റ്റോ ഒക്കെ ആകേണ്ടിയിരുന്ന ഞാനായിരുന്നു എന്നാണ്. നായകൻ ഒരു പോയട്രി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവൻ ഇവിടെ വരുന്നുണ്ടെന്ന് ആർക്കും അറിയത്തില്ല, രഹസ്യമായിട്ടാണ് വരുന്നത്. രണ്ട് ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ആളുകൾക്കൊന്നും അപകടം പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കോംപ്രമൈസിന് വേണ്ടിയിട്ട് പോലീസുകാർ കൊണ്ടുവരുന്നത് സൂക്ചൂളിന്റെ അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛൻ നേരത്തെ ഗ്യാങ്സ്റ്റർ ആയിരുന്നു, മുതിർന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കിന് വിലയുണ്ട്. അയാൾ പറഞ്ഞാൽ എല്ലാവരും കേൾക്കാറുണ്ട്. അങ്ങനെ രണ്ട് കൂട്ടരെ കൊണ്ടുവന്നേക്കുവാണ്. ഒന്ന് ചാങ്സു എന്ന് പറഞ്ഞ ആളാണ്. ഇതാണ് സൂക്ചൂള് വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ചെയർമാൻ. മറ്റേത് ടേഹൂൺ എന്നാണ്. രണ്ടുപേരും ശത്രുക്കളാണ്. വന്നു കഴിയുമ്പോഴത്തേക്കും ഇനിയും നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും വരരുത്, ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്, ഇനിയും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ കോംപ്രമൈസ് ആക്കി വിടും. രണ്ടുപേരും മനസ്സില്ലാ മനസ്സോടെയാണ് കൈയൊക്കെ കൊടുത്ത് പിരിയുന്നത്. സൂക്ചൂളിന് ഒരു ചേച്ചിയും ഒരു അനിയത്തിയാണോ ഉള്ളത്. ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ ഇവരുടെ വീട്ടിൽ നിർത്തിയിട്ട് ഇപ്പൊ ഒളിവിൽ പോയേക്കുവാണ്. എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടാണ് ഒളിവിൽ പോയേക്കുന്നത്. ചേച്ചിയെ പറ്റി ഇവൻ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അമ്മ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ അന്വേഷിക്കുകയാണ്, എന്തെങ്കിലും ഉടനെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇവൻ ആശ്വസിപ്പിക്കും. അപ്പൊ ബാങ്കിൽ നിന്ന് വന്ന ഒരു നോട്ടീസ് ഇവനെ കാണിച്ചു കൊടുക്കും. ഒരു വലിയ എമൗണ്ട് ബാങ്കിൽ തിരിച്ചടയ്ക്കണം. ഇത് മുഴുവൻ ചേച്ചി വരുത്തി വെച്ച കടമാണ്. എന്ത് ചെയ്യും എന്നാലോചിച്ചിട്ട് അമ്മയ്ക്ക് ടെൻഷനാണ്. അതിനെപ്പറ്റി സൂക്ചൂള് വന്ന അച്ഛനോട് സംസാരിക്കുമ്പോൾ നീ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കണ്ട, ഞാൻ അതൊക്കെ സംസാരിച്ച് ശരിയാക്കിക്കോളാം. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉണ്ട്, ബ്രാഞ്ച് മാനേജരെയൊക്കെ അറിയാം, കുറച്ച് നാളും കൂടി തരുമോ എന്ന് ഞാൻ പോയി അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇവനെ പറഞ്ഞു വിടും. അനിയത്തിയെ സോഫി ഒരു നേഴ്സാണ്. അമ്മ കിംചി കൊടുത്ത് വിട്ടിട്ടുണ്ടെന്ന് അറിയുന്ന ഉടനെ അവള് സൂക്ചൂളിനെ വിളിച്ചിട്ട് പറയുന്നത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരണ്ട, വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്നാണ്. സോഫിയുടെ ബോയ് ഫ്രണ്ട് അവിടുത്തെ ഡോക്ടറാണ്, സൂക്ചൂളിന്റെ ഫ്രണ്ടാണ്. ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കിംചിയും കൊണ്ട്. വരണ്ടാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു നിങ്ങൾ പറയുന്നതന്നെ. ഒത്തിരി നാളായി അവനെ കണ്ടിട്ട്, ഇങ്ങോട്ട് വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് കാണാൻ പറ്റുമായിരുന്നു എന്ന് പറയും. അപ്പൊ എന്തുകൊണ്ടാണ് എൻ്റെ ചേട്ടനെ ഇത്ര ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, അതുകൊണ്ട് തന്നെ ബാക്കി കുട്ടികൾ എന്നെ ബുള്ളി ചെയ്യുമായിരുന്നു. അന്നേരം അവരെ എല്ലാം അടിച്ചു ഓടിച്ചിട്ട് ഇതെന്റെ ഫ്രണ്ടാണ്, അവനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് എന്നെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യുമായിരുന്നു. അവൻ കാരണമാണ് എനിക്ക് മെഡിക്കൽ സ്കൂളിൽ പോകാൻ പറ്റിയതും ഞാനൊരു ഡോക്ടറായിട്ട് ഇരിക്കുന്നതെന്നും ഇവൻ തിരിച്ചു പറയും. ബോസിനെ വന്ന് കണ്ടിട്ട് ഞാൻ ക്വിറ്റ് ചെയ്യുവാണെന്ന് സൂക്ചൂൾ പറയും. ബോസ് ചോദിക്കുന്നത് ഇത് എന്താ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, സാധാരണ ജോലി പോലെ നിനക്ക് തോന്നുമ്പോൾ വരാനും പോകാനും ഒന്നും പറ്റത്തില്ല, നീ വിചാരിക്കുമ്പോൾ കളഞ്ഞിട്ട് പോകാനൊന്നും പറ്റത്തില്ല, നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി ചെയർമാൻ്റെ അടുത്ത് പറയാമെന്നാണ് ഉടനെ ഇവൻ അടുത്തത് പറയുന്നത്. ഒരു കാര്യം ചെയ്യൂ, നമുക്ക് ഒരു പ്രശ്നമുണ്ട്, റീഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്, അവിടുന്ന് ആൾക്കാർ ഒഴിഞ്ഞു പോകുന്നില്ല, നീ ആ സ്ഥലത്തൊന്ന് പോയി അതൊന്ന് റെഡിയാക്കി തരുവാണെങ്കിൽ ഞാൻ ചെയർമാൻ്റെ അടുത്ത് സംസാരിക്കാം. എന്തായാലും നീ പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ കയ്യിൽ പൈസ വേണമല്ലോ. ഈ ഡീല് നമുക്ക് അനുകൂലമായിട്ട് വരുവാണെങ്കിൽ നിനക്ക് അതിനുള്ള കോമ്പൻസേഷൻ കിട്ടും. അപ്പോൾ ഞാൻ ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കി തരാമെന്ന് പറയും. ശരി, ഞാൻ പക്ഷേ വയലൻസ് ഒന്നും ഉപയോഗിക്കത്തില്ല എന്ന് ഞാൻ പറയും. ശരി, നീ എന്താന്ന് വെച്ചാൽ നിന്റെ രീതിക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ബോസ് വിടുന്നുണ്ടെങ്കിലും ഇവൻ എന്താ ഇങ്ങനെ, ഗ്യാങ്സ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറഞ്ഞിട്ട് അയാൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്. കിംജിയും കൊണ്ട് സൂക്ചൂള് നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ വരും. എനിക്ക് ഇതും കൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല, എൻ്റെ കാറിൽ മുഴുവൻ സ്മെല്ലാവുകയാണ് എന്ന് പറയുമ്പോൾ അനിയത്തി വഴക്ക് പറയും, ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞില്ലേ, ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ നിന്റെ കാറിൽ തന്നെ കൊണ്ടുവച്ചോളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ റിസപ്ഷനിൽ വെച്ചിട്ട് പോകും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് തിരിയുന്നതന്നെയാണ്. മിയോങ് അവിടേക്ക് വരുന്നത്. രണ്ടുപേരും പരസ്പരം കാണും. അവളെ സന്തോഷത്തോടു കൂടിയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ സൂക്ചൂള് വോയിസ് ഓവറിൽ പറയുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ ഉദിക്കുന്നിടത്തോളം നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന്. എൻ്റെ സൂര്യൻ വീണ്ടും ഉദിച്ചിരിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത്.
മിയോങ് സോഹിയുടെ ഫ്രണ്ടാണ്, മിയോങ്ങിനെയാണ് മീറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് സോഹി പറഞ്ഞത്. നിങ്ങൾക്ക് തമ്മിൽ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും സൂക്ചൂൾ അറിയാന്നുള്ള രീതിക്ക് പറയാൻ പോകുമ്പോൾ ഇല്ല, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുണ്ടെന്ന് മാത്രം മിയോങ് പറയും. ശരിയാണ്, നിങ്ങൾക്ക് പരിചയം വരാൻ വഴിയില്ലല്ലോ, നീ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവിടുന്ന് മാറിപ്പോയതല്ലേ എന്ന് ചോദിക്കും സോഹി. അപ്പൊ ഞാൻ വീണ്ടും ഇവിടെ അമ്മയുടെ കൂടെ താമസിക്കാനായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇവളുടനെ മറുപടി പറയും. നിനക്ക് മിയോങ്ങിനെ അറിയത്തില്ലല്ലോ, ആള് ഫേമസ് ആണ്, ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, നല്ലൊരു സിംഗറാണ്, ഒരു K-pop ഐഡൽ ആവുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. എന്തായാലും ഇപ്പം അവളുടെ പാട്ടൊക്കെ കണ്ടിട്ട് ഒരു ഏജൻസി ഓഡീഷന് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സോഹി ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് ടെൻഷൻ ഉണ്ടത് ആലോചിച്ചിട്ടെന്ന് മിയോങ് പറയുന്നുണ്ട്. എന്തിനാണ് ടെൻഷൻ, ഇയാൾ നന്നായിട്ട് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ്, ഓൾ ദി ബെസ്റ്റ് ഒക്കെ സൂക്കൂൾ പറയും. എന്നിട്ട് ഇവർ പരസ്പരം നോക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും സോഹിക്ക് സംശയം തോന്നും. പക്ഷെ നിന്റെ ഫ്രണ്ട് അല്ലേ, ഞാനൊരു എൻകറേജ്മെന്റും സപ്പോർട്ടും ഒക്കെ കൊടുത്തതാണെന്ന് സൂക്കൂളിലുടനെ പറയും. തിരിച്ചു പോകുന്നുണ്ടെ സൂക്കൂളിലാണെങ്കിൽ ഇവളുടെ ചാനലിലെ പാട്ടുകളെല്ലാം ഓരോന്നായിട്ട് എടുത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാര്യങ്ങൾ അപ്പോൾ അവനിങ്ങനെ ഓർക്കും. പണ്ട് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ മിയോങ് ഇങ്ങനെ പാട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സൂക്ചൂള് അവളുടെ അടുത്തിരുന്ന് കേൾക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം മിയോങ് അവൻ്റെ അടുത്ത് ക്രഷ് ഉണ്ടെന്ന് പറയുകയാണ്. മിയോങ് ആണ് ആദ്യം പറയുന്നത്. തിരിച്ചിഷ്ടമില്ല എന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. ഇവനൊരു ബുക്കൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവനും തിരിച്ച് അവിടെ വെച്ചിട്ട് അവളോട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മിയോങ് അവിടുന്ന് താമസം മാറി പോവുകയാണ്. സൂക്ചൂള് ഇവള് പോകുന്ന ടാക്സിയുടെ പുറകെ ഓടി ചെല്ലുന്നുണ്ട്. മിയോങ്ങും ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. മിയോങ്ങിന്റെ ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഫ്രണ്ടാണ് സോഹി. അവൾക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട്. ഉടനെ ഒന്നും തിരിച്ചു തരണ്ട, അതിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞിട്ട് മതി, നാളത്തെ ഓഡീഷന് നന്നായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാണ് വിടുന്നത്. രാത്രിയിൽ മിയോങ്ങിന്റെ പാട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് സൂക്ചൂളിന്റെ അടുത്തേക്ക് ചേച്ചിയുടെ കുട്ടി വരുന്നത്. അപ്പൂപ്പൻ കൂർക്കം വലിക്കുകയാണ്, എനിക്ക് അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇവൻ അടുത്ത് പിടിച്ച് കിടത്തും. അമ്മയെ കണ്ടുപിടിക്കാൻ പറ്റുമോ, എനിക്ക് അമ്മയെ ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് കുട്ടി പറയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ കണ്ടുപിടിക്കാമെന്ന് ഇവൻ കുട്ടിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മിയോങ് ഓഡീഷന് ചെല്ലും. പക്ഷെ അവൾ പാടി തുടങ്ങുമ്പോഴത്തേനും കൂടുതൽ ആളുകൾ ഇത് കേൾക്കാനായിട്ട് വരും. അന്നേരം അവൾ നെർവസ് ആയിട്ട് പാടാനായിട്ട് പറ്റത്തില്ല. ഒരുപാട് ആളുകളെ ഫേസ് ചെയ്ത് പാടാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് ഇവള് കമ്പോസറുടെ അടുത്ത് പറയുമ്പോൾ നമ്മളുടെ ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇയാൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു അവസരം തന്നത്. ആരും ആർക്ക് വേണ്ടിയിട്ടും ഈ ഇൻഡസ്ട്രിയിൽ വെയിറ്റ് ചെയ്യത്തില്ല, അതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്നതിന് താങ്ക്സും പറഞ്ഞിട്ട് ഇയാൾ പോവുകയാണ്. അനിയത്തെ കാണാനായിട്ട് സൂക്ചൂള് വന്ന് പരിങ്ങുമ്പോൾ തന്നെ അവൾക്ക് മിയോങ്ങിന്റെ നമ്പർ ചോദിക്കാനാണെന്ന് മനസ്സിലാവും. മിയോങ് നിന്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ എന്നെ കാണണമെന്ന് പറഞ്ഞത് കുറച്ച് പൈസ കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത്രയ്ക്കും കഷ്ടപ്പാടാണ്, സ്കൂളിൽ പഠിക്കുമ്പോഴേ അങ്ങനെയായിരുന്നു. അന്നും അവളെപ്പറ്റി ഒരുപാട് റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അവളെ വിഷമിപ്പിക്കുന്ന ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു എന്നൊക്കെയാണ് സോഹി പറയുന്നത്. എന്താണെന്ന് സൂക്ചൂള് ചോദിക്കുമ്പോൾ പക്ഷെ അവൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കത്തില്ല. കറക്റ്റ് സമയത്ത് തന്നെ അവന്റെ മിയോങ്ങിന്റെ മെസ്സേജ് വരും. കണ്ടതിൽ സന്തോഷം, കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് രണ്ടുപേരും ഒരേ സമയത്താണ് ചോദിക്കുന്നത്. പണ്ട് താമസം മാറി പോയപ്പോൾ മിയോങ് യാത്ര പറയാതെയാണ് പോയത്. അതുകൊണ്ട് തന്നെ സൂക്ചൂളിനെ വീണ്ടും മീറ്റ് ചെയ്യുമ്പോൾ അവൾ അതിന് ആദ്യം ക്ഷമ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പോയെങ്കിലും ഞാൻ ഇയാളെ പറ്റി ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ടായിരുന്നു, എന്തെങ്കിലും കാണാൻ പറ്റുമോ, എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ടെന്ന് മിയോങ് പറയുമ്പോൾ ഞാനും ഓർക്കാറുണ്ടായിരുന്നെന്ന് സൂക്ചൂൾ സമ്മതിക്കും. ഓഡീഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്ക് ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് പാടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് തന്നെ ഓഡീഷൻ കിട്ടിയില്ല. അതെൻ്റെ ഒരു സ്വഭാവമാണ്, എന്താണെന്ന് അറിയത്തില്ല, കുഴപ്പമില്ല, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് പാടാനായിട്ട് പറ്റാറുണ്ടെന്ന് പറഞ്ഞിട്ട് അവളത് കാര്യമാക്കാത്ത കൂട്ട് സംസാരിക്കും. എന്നിട്ട് അവൾക്ക് ഇവിടെ പോകാനുണ്ടായിരുന്നു. പോകാനായിട്ട് എഴുന്നേക്കുന്നുണ്ടെ അവൻ കൊണ്ടുവിടാന്ന് പറയും. പക്ഷെ അവൾ സമ്മതിക്കത്തില്ല, ഒത്തിരി ദൂരെയാണ്, ഞാൻ പൊക്കോളാന്ന് പറയും. എത്ര ദൂരെയാണെങ്കിലും ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ട് സൂക്ചൂട് കൂടെ ചെല്ലും. അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഒരു നഴ്സിംഗ് ഹോമിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ് മിയോങ്. അമ്മയെ കാണാൻ വന്നതാണ്, കൂടെ സൂക്ചൂടും ചെല്ലും. പോരാൻ നേരത്ത് കൂടെ വരണം എന്ന് പറഞ്ഞിട്ട് അമ്മ ബഹളം വെക്കും. കുറച്ച് നാളും കൂടി ഇവിടെ നിൽക്കുക, അതിനുശേഷം ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് മിയോങ് ആശ്വസിപ്പിക്കുന്നുണ്ട്. പുറത്ത് നിന്ന് ഇതെല്ലാം സൂക്ചൂട് കേൾക്കും. കൂടുതലും മറവി രോഗം ബാധിച്ച ആളുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് അവിടെ സ്പെഷ്യലായിട്ട് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരാൾ ഇന്ന് പാടുന്ന കാണുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഇവനൊരു ഐഡിയ തോന്നിയിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് അവിടെ ചെല്ലും. ഇവരൊന്നും നമ്മൾ ആരാണ് എന്താണെന്നൊന്നും കെയർ ചെയ്യുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഫ്രണ്ടിൽ വെച്ച് പാടാനായിട്ട് അവളെ നിർബന്ധിക്കും. അവൾ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പാടാനാണ് സൂക്ചൂള് പറയുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും പേരെ ഫ്രണ്ടിൽ കാണുമ്പോഴത്തേക്കിനും അവൾക്ക് പഴയ എന്തൊക്കെയോ മെമ്മറീസ് ആണ് മനസ്സിലേക്ക് വരുന്നത്. സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പേടിപ്പെടുത്തുന്ന ഒരുപാട് ഓർമ്മകളാണ് അവളുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ വീണ്ടും ധൈര്യം സംഭരിച്ച് അവൾ പാടാനായിട്ട് ശ്രമിക്കും. അവൾക്ക് പാടാൻ പറ്റുന്നുണ്ട്. ഫ്രണ്ട്സിന്റെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് പോകാൻ തുടങ്ങുന്നുണ്ടാണ് സോഹി റിസപ്ഷനിൽ ഒരാൾ വന്ന് നിൽക്കുന്നത് കാണുന്നത്. ഒരു ലേഡിയാണ്. അവർ പേര് പറഞ്ഞു കൊടുക്കുന്നത് ജംഗ്നിം എന്നാണ്. കാണുമ്പോൾ തന്നെ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഡോക്ടറിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കുറെ നേരം ഇരുന്ന് ചെയ്യുന്ന എന്തെങ്കിലും ജോലിയാണോ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഇവരൊന്നും വിട്ടു പറയുന്നില്ല. അങ്ങനെയുള്ളവർക്കാണ് ഇങ്ങനെയുള്ള അസുഖമൊക്കെ വരുന്നത്. ഞാനൊരു വീൽ ചെയറിന് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു തരാം എന്നൊക്കെ ഡോക്ടർ പറയുന്ന സമയം കൊണ്ട് സോഫി അവിടെ എത്തും. എന്നിട്ട് ഇവരുടെ അടുത്ത് പരിചയം ഉണ്ടോ എന്ന് ചോദിക്കും. ഇവര് അറിയാത്ത കൂട്ടൊക്കെ ഭാവിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിലും ഞാൻ ഇന്നയാളുടെ അനിയത്തിയാണെന്ന് പറഞ്ഞിട്ട് ഇവള് പരിചയപ്പെടുത്തും.
ചേച്ചി ഇവിടെ ഉണ്ടെന്ന് വേഗം പറഞ്ഞു, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചേട്ടനെ ഇപ്പം വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞിട്ട് സോഹി ജംഗ്മിനെ ഭീഷണിപ്പെടുത്തും. മിയോങ്ങിനെ ചേച്ചി വീട്ടിൽ കൊണ്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കിനും സൂക്ചൂളിന് സോഹിയുടെ കോള് വരും. ജംഗ്മിനെ ഓർമ്മയുണ്ടോ, ചേച്ചിയുടെ ഫ്രണ്ട് ആയിരുന്നു, ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചി എവിടെയാണെന്ന് പറഞ്ഞു തന്നു, നമുക്ക് വേഗം അവിടേക്ക് പോകണമെന്ന് പറയും. അങ്ങനെ ഇവർ ക്ലബിന്റെ ഫ്രണ്ടിൽ എത്തുവാണ്. പുറത്തുനിന്ന് നോക്കുമ്പോഴേ അത് ഒരു ക്ലബ്ബായിട്ട് തോന്നത്തുള്ളൂ. അകത്ത് ഗാംബ്ലിംഗ് നടക്കുവാണ്. അകത്തും ഒരുപാട് ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. പുറത്ത് ഗാർഡ് ചെയ്തിട്ട് ഒരാള് കാറിലിരിക്കുന്നത് ഇവർ കാണും. അകത്ത് ചെല്ലുന്നത് ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ ഈ ഗാർഡിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് സോഹിയെ പറഞ്ഞു വിടും. സോഹി ഗാർഡിന്റെ അടുത്ത് ചെന്നിട്ട് ജംഗ്നും പറഞ്ഞു വിട്ടതാണ്, ഗാംബിൾ ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയും. ജംഗ്നും എവിടെയെന്ന് ചോദിക്കുമ്പോൾ അകത്ത് ചെന്ന് വെയിറ്റ് ചെയ്യാനായിട്ടാണ് എന്നോട് പറഞ്ഞതെന്ന് പറയും. അങ്ങനെ ഇയാൾ കാറിന്ന് പുറത്തിറങ്ങി വന്ന് ഫോൺ ചെയ്ത് അകത്തേക്ക് പറയും ഒരു കസ്റ്റമർ ഉണ്ടെന്ന്. എന്നിട്ട് ഇയാൾ വാതിൽ തുറക്കാനായിട്ട് ചെല്ലുമ്പോൾ സൂക്ചൂളി വന്നിട്ട് 2 പേരുണ്ടെന്ന് തിരിച്ച് പറയാനായിട്ട് പറയും. ഇവരുടെ ചേച്ചിയുടെ പേര് സോക്കും എന്നാണ്. ഗാംബ്ലിംഗ് നടക്കുന്ന സ്ഥലത്ത് കമ്മീഷനൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ ചെല്ലുന്നത്. ഇവരെ കാണുന്നുണ്ടെ ചേച്ചി ഞെട്ടുന്നുണ്ട്. നീ എന്താ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്, വാ നമുക്ക് വീട്ടിൽ പോകാന്ന് പറഞ്ഞിട്ട് ഇവളെയും പിടിച്ചോണ്ട് പോകാനായിട്ട് നോക്കുവാണ്. എനിക്കിപ്പോ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവളിങ്ങനെ നിൽക്കുന്നുണ്ട്. അവിടുത്തെ നടത്തിപ്പുകാർ വിചാരിക്കും ഇവളെ അന്വേഷിച്ച് വീണ്ടും ലോൺ ഷാർക്സ് വന്നതാണെന്ന്. അവരത് ചോദിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഇതെന്റെ അനിയനും അനിയത്തിയാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചേച്ചി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അവിടെയുള്ള ലേഡി ആണെങ്കിൽ സോഹിയുടെ ചേച്ചിയെ ആഷ്ട്രേ എന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് പിടിച്ചു മാറ്റുന്നുണ്ടെ ചേച്ചി എന്ന് വീഴുന്നൊക്കെ കാണുമ്പോൾ സോഹിക്ക് ദേഷ്യം വന്നിട്ട് എന്റെ ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് ചോദിച്ചിട്ട് അവരുടെ അടുത്ത് ബഹളത്തിന് ചെല്ലുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടിയാവും. ബഹളമൊക്കെ കഴിയുമ്പോഴത്തേക്കും സോഹിയെ ഗ്യാങ്സ്റ്റർ ലേഡി ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്ന കാണുമ്പോൾ ചേച്ചിക്ക് ദേഷ്യം വന്നിട്ട് ചാടി ചെന്ന് അവരെ ഇടിച്ച് താഴെ ഇടും. ഗ്യാങ്സ്റ്റർ ലേഡി ബോധം കെട്ട് താഴെ വീഴും.